നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ ക്വാട്ട പരിഷ്കാരങ്ങൾക്കെതിരായ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ ഞായറാഴ്ച 97 പേർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് വീണ്ടും വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചു. സർക്കാരുമായി ചർച്ചകൾ ആരംഭിച്ചെങ്കിലും രാജ്യവ്യാപകമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് വിദ്യാർത്ഥികൾ ആഹ്വാനം ചെയ്യുകയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയോട് തന്റെ സ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ പ്രതിഷേധം ഇടയ്ക്ക് കുറച്ചു സമയത്തേക്ക് കുറഞ്ഞിരുന്നു. പ്രക്ഷോഭത്തിൽ നടന്ന മരണങ്ങളിൽ ഷെയ്ഖ് ഹസീന പരസ്യമായി മാപ്പ് പറയണമെന്നും അവരുടെ മന്ത്രിമാരെ പുറത്താക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുന്ന സ്കൂളുകളും സർവകലാശാലകളും സർക്കാർ വീണ്ടും തുറക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇതോടെ ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സമീപകാലത്തെ സംഭവ വികാസങ്ങളും ഭീഷണികളും മുൻനിർത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യക്കാർ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യരുത്. കൂടാതെ എല്ലാ ഭാരതീയരോടും ബംഗ്ലാദേശ് വിടാൻ കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു. രാജ്യത്ത് തുടരേണ്ട സാഹചര്യമുള്ളവർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും എംബസിയുമായി നിരന്തരം ബന്ധം പുലർത്തണമെന്നും ആ പ്രസ്താവനയിൽ പറയുന്നു. ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ ബംഗ്ലാദേശിൽ രാജ്യവ്യാപകമായി കർഫ്യൂ ഏർപ്പെടുത്തിയതായി ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചു. 4G ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കരുതെന്ന് മൊബൈൽ ഓപ്പറേറ്റർമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യത്തുടനീളം കലാപമുണ്ടാക്കുന്നവർ വിദ്യാർത്ഥികളല്ല, മറിച്ച് തീവ്രവാദികളാണെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. ഈ ഭീകരരെ അടിച്ചമർത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.